ഷുഡ് വുഡ് കുഡ് മിക്ക ആൾക്കാർക്കും ഡൗട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഷുഡ് വുഡ് കുഡ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദ വെരി ഫസ്റ്റ് വൺ ഇസ് ഷുഡ്. നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോടൊരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. അതൊരു യൂസേജാണ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്. നീ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം. അതായത് നിർത്തണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ ടു ആസ്ക് ക്വസ്റ്റ്യൻ. ഒരാളോട് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, വേർ ഷുഡ് ഐ പാർക്ക് മൈ കാർ? ഞാൻ എൻ്റെ കാർ എവിടെ പാർക്ക് ചെയ്യണം? ഇനിയിപ്പോൾ മറ്റൊരു സിറ്റുവേഷനിൽ ഇപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തു, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഡു എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. സോ ടു ആസ്ക് ക്വസ്റ്റ്യൻ, അത് അഡ്വൈസ് എന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ആൻഡ് ദ തേർഡ് യൂസേജ് പ്രോബബിലിറ്റി. അതായത് ചിലപ്പോൾ പ്രോബബിലിറ്റി, അതായത് പോസിബിലിറ്റി കാണിക്കാൻ നമുക്ക് എക്സാമ്പിൾ നോക്കാം. സൂസൻ ഷുഡ് ബി ഇൻ പൂനെ ബൈ നൗ. ഈ ടൈം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും സൂസൻ പൂനെയിലായിരിക്കണം. അതായത് നമുക്ക് ഷുവർ അല്ല, എന്നാലും ഫ്യൂച്ചറിൽ നടക്കാൻ ഇരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. സോ ഷുഡ് നമ്മൾ 3 യൂസേജാണുള്ളത്. ഒന്ന്, ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കുമ്പം. പിന്നെ ടു ആസ്ക് ക്വസ്റ്റ്യൻ. തേർഡ് വൺ ഇസ് ടു ഷോ പ്രോബബിലിറ്റി. ഇനി വുഡാണ്. നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് വില്ലിൻ്റെ പാസ് ഫോമായിട്ടാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെയ്യും എന്നൊരു അർത്ഥമാണ് അവിടെ വരിക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഹി സെഡ് ഹി വുഡ് ഹെൽപ്പ് മീ. അവൻ പറഞ്ഞു അവൻ എന്നെ സഹായിക്കും, അല്ലെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് വൺ, പാസ്റ്റിൽ നടന്നിരിക്കുന്ന ഒരു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, ആവർത്തിച്ച് നടന്ന ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ വുഡ് യൂസ് ചെയ്യും. വെൻ ഐ വാസ് എ കിഡ് ഐ വുഡ് ഓൾവേസ് ഗോ ടു ദ ബീച്ച്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ബീച്ചിൽ പോവാറുണ്ടായിരുന്നു. അപ്പോൾ അത് പാസ്റ്റ് ആക്ഷനാണ്, എപ്പോഴും നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനാണ്. തേർഡ് വൺ, നമ്മൾ പൊളൈറ്റ് റിക്വസ്റ്റ് നമ്മൾ വുഡ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? വിരോധമില്ലെങ്കിൽ ആ വിൻഡോ ഒന്ന് തുറക്കാമോ? അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്നും പറയാം. രണ്ടും കറക്റ്റാണ്. ഇനി ലാസ്റ്റ് വൺ, സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യം, ഇമാജിനറി സിറ്റുവേഷനിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ബൈ എ കാർ. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാനൊരു കാർ വാങ്ങും. പക്ഷേ ഇപ്പോൾ പൈസ ഇല്ല, ഇപ്പോൾ പണമില്ല. സോ സാങ്കല്പികമായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. ലാസ്റ്റ് വൺ ഇസ് കുഡ്. നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാനാണ്. അതായത് പാസ്റ്റിലുള്ള ഒരു കഴിവിനെ കുറിച്ച് സംസാരിക്കാൻ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഐ കുഡ് സ്പീക്ക് ചൈനീസ് വെൻ ഐ വാസ് എ കിഡ്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ചൈനീസ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അതായത് പാസ്റ്റിലുള്ള ഒരു കഴിവിനെ കുറിച്ച്. സെക്കൻഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു സജഷൻ കൊടുക്കുമ്പം നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, യു കുഡ് സ്പെൻഡ് യുവർ വെക്കേഷൻ ഇൻ പാരീസ്. അതായത് നിൻ്റെ വെക്കേഷൻ എനിക്ക് പാരീസിൽ സ്പെൻഡ് ചെയ്യാം, അല്ലെ ചെലവഴിക്കാം എന്നൊരർത്ഥം. തേർഡ് വൺ, നമ്മൾ ഒരു പ്രോബബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ബിൽഡിംഗ് എ ഫ്ലൈ ഓവർ കുഡ് ഈസ് ദ ട്രാഫിക് ഇൻ പീക്ക് അവേഴ്സ്. അതായത് ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് കൊണ്ട് ഈ പീക്ക് അവറിലുള്ള ട്രാഫിക് കുറച്ചൊന്ന് ഈസിയാവും അല്ലെങ്കിൽ സുഗമമാവും എന്നുള്ള ഒരു പോസിബിലിറ്റി. ലാസ്റ്റ് വൺ, പൊളൈറ്റ് റിക്വസ്റ്റിന് നമ്മൾ കുഡ് യൂസ് ചെയ്യും. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ? ഒന്ന് ആ വിൻഡോ ഓപ്പൺ ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് തരാൻ കഴിയുമോ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, ഈ വുഡും കുഡും പൊളൈറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. രണ്ടും നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാം. കുഡിന് പകരം വുഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് വുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്ന് പറയാം, കുഡ് യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്ന് പറയാം. എന്ത് പറഞ്ഞാലും രണ്ടും കറക്റ്റാണ്. സോ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. English House. English at your fingertips.